പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കിയ ശേഷം സർവീസിൽ കയറി വിരമിച്ച സർക്കാർ ജീവനക്കാർക്ക് ദുരിത ജീവിതം. പെൻഷനായി കിട്ടുന്ന 2050 രൂപ ഒന്നിനും തികയാതെ വന്നതോടെ പലരും മറ്റ് ജോലികൾക്ക് പോവുകയാണ്. റേഷൻ കാർഡ് വെള്ളയായതുകൊണ്ട് പല സർക്കാർ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കാറില്ല. ഇത് കോഴിക്കോട് ഒടുമ്പ്ര സ്വദേശി തങ്കമണി. വർഷങ്ങളായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന തങ്കമണി 2013 ഡെന്റൽ കോളേജിലെ സ്ഥിരം ജീവനക്കാരിയായി. 10 വർഷത്തെ സർവീസിന് ശേഷം വിരമിച്ചു. പെൻഷനായി കിട്ടുന്നത് 1435 രൂപ മാത്രം. വീട്ടുജോലിക്ക് പോയാണ് 82 വയസ്സുള്ള അമ്മയെ തങ്കമണി നോക്കിയിരുന്നത്. വാഹനാപകടത്തിൽ പരിക്കേറ്റതോടെ ആ വരുമാനവും നിലച്ചു. 32,000 ഉറുപ്പ്യ ശമ്പളം മേടിച്ച് ഞങ്ങളിപ്പോൾ ഒരു 10 പൈസ ഇല്ല. 1435 ഉറുപ്പ്യാണ് ഞങ്ങൾ വാങ്ങുന്നത്. ആ ഒരു വരുമാനം കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് ജീവിക്കണമെന്നേ ആഗ്രഹമില്ല. ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യമുള്ളത്? ഒരാളടുത്ത് കൈ കാട്ടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം ഞങ്ങൾക്ക് വരുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്ന് വിരമിച്ച ചന്ദ്രമതിയുടെയും അവസ്ഥ സമാനമാണ്. വീട്ടിലവസ്ഥ ഞങ്ങളൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലും ആരെയും വിളിക്കുമ്പോൾ വീട്ടിലൊക്കെ സഹായിക്കാൻ പോകും. റേഷൻ കാർഡ് വെള്ള കാർഡാ. അത് ഞാനിപ്പോൾ തിരുത്താൻ പോയിട്ടുണ്ടേന്. ഇപ്പം പഞ്ചായത്ത് പോയപ്പം പറഞ്ഞ് നിങ്ങൾക്ക് ഇത് തരാൻ പറ്റൂല, ഇപ്പം പേപ്പറിലൊക്കെ കാണുന്നില്ലയോ, ഞങ്ങൾക്ക് അതൊരു കുറ്റാണ്. തങ്കമണിയുടെയും ചന്ദ്രമതിയുടെയും അവസ്ഥ മാത്രമല്ല ഇത്. പങ്കാളിത്ത പെൻഷനിൽ അംഗങ്ങളായി വിരമിച്ച ഭൂരിഭാഗം പേരുടെയും സ്ഥിതി ഇങ്ങനെയാണ്. 2013 ഏപ്രിൽ 1 മുതലാണ് പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയത്. പദ്ധതിയിൽ ജീവനക്കാരും സർക്കാരും നൽകേണ്ട വിഹിതം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും പെൻഷൻ തുക എത്രയായിരിക്കുമെന്ന് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. മനോരമ ന്യൂസ്, കോഴിക്കോട്.